വാക്ക് ഉപയോഗിച്ചല്ലോ അദ്ദേഹം. പരമപന്നൻ ഒരു കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവല്ലേ വി ഡി സതീശൻ. കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നേതാവാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖമായി നിൽക്കുന്നൊരു മനുഷ്യൻ. അങ്ങേരെക്കുറിച്ച് ഇത്രയും അധിക്ഷേപ സ്വഭാവത്തിലുള്ളൊരു പ്രയോഗം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്താ അതിനോട് പ്രതികരിക്കാതെ? ഈ ഫൈറ്റ് വി ഡി സതീശൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ട ഫൈറ്റാണോ? കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ അധ്യക്ഷനെതിരെ സാമാന്യമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയും പബ്ലിക്കായിട്ട് ഒരു പബ്ലിക് ലൈഫിൽ നിൽക്കുന്ന ഒരാൾ പ്രയോഗിക്കാൻ പാടില്ലാത്തൊരു പ്രയോഗം വെള്ളാപ്പള്ളി നടേശൻ പ്രയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഈ നിലക്കുള്ള അധിക്ഷേപ വാക്കുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഇതൊരു പാർട്ടിയുടെ അതിനെതിരെ മുസ്ലിം സംഘടന പ്രതികരിക്കാറുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു നേതാവിന്, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ളൊരു നേതാവിനെതിരെ ഇത്രയും മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് പ്രതികരിച്ചിട്ട് ആരും അതൊരു പ്രശ്നമാവുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ എല്ലാവരും അതിനോട് പ്രതികരിക്കണം. കോൺഗ്രസ് എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും അതിനോട് പ്രതികരിക്കേണ്ടതാണ്. ഇങ്ങനെയല്ല നമ്മൾ രാഷ്ട്രീയത്തിൽ സംസാരിക്കേണ്ടത്. ഒരു മതസമുദായ നേതാവ് വന്നിട്ട് ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിന് ഭരണഘടനാ പദവിയാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രയും മോശം വാക്കുകൾ ഉപയോഗിച്ച്, അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കരുത് എന്ന് വെള്ളാപ്പള്ളിയെ തിരുത്തേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്. അവർ ചെയ്തില്ലെന്നല്ല, കോൺഗ്രസിൻ്റെ ആളുകൾ പോലും, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോലും അത് ചെയ്യുന്നില്ല. വി ഡി സതീശൻ ഒറ്റയ്ക്ക് ഫൈറ്റ് കൊണ്ടുപോക്കെട്ടെന്നാണോ കോൺഗ്രസ് നേതാക്കന്മാർ വിചാരിക്കുന്നത്? അതെന്തൊരു രാഷ്ട്രീയമായ ഭീരുത്വം അല്ലേ അത്? ഉത്തരവാദിത്വമില്ലായ്മയല്ലേ? അപ്പോൾ അതുകൊണ്ട് വി ഡി സതീശന് തന്നെ വീണ്ടും അതേക്കുറിച്ച് പറയേണ്ടി വരുന്നു. പക്ഷെ അദ്ദേഹം അപ്പോഴും കുലീനമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പരമപന്നൻ എന്ന് പറയുന്ന പ്രയോഗം വന്നതിന് ശേഷം അങ്ങനെ തന്നെ വിമർശിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. പക്ഷേ അതേസമയം ഞാൻ വർഗീയതയെ എതിർക്കും. അത് ഭൂരിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ന്യൂനപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും എതിർക്കും. വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീനാരായണീയ ദർശനത്തിൽപ്പെട്ട കാര്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ നിലക്ക് ഒരു ഭാഗത്ത് ഒരു മനുഷ്യൻ സാധ്യമാകുന്ന അധിക്ഷേപ വാക്കുകൾ, വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ട് അങ്ങയുടെ സ്ഥിരം പരിപാടി തുടർന്നുകൊണ്ടിരിക്കുക. വി ഡി സതീശൻ നിശ്ചയമായിട്ടും ഉയർന്ന ജനാധിപത്യ ബോധമുള്ള വിമർശനം അല്ലെ കൗണ്ടറാണ് ഇതിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒടുവിലുണ്ടായിട്ടുള്ള സംഗതിയാണ് ഈ പറയുന്ന സീറ്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 1-2 ദിവസമായി പ്രസംഗങ്ങൾ പറയുന്നൊരു വാചകമാണ്. ഞാൻ 88 വയസ്സ് കഴിഞ്ഞു, 89ലേക്ക് അവൻ്റെ കടക്കാൻ പോവുകയാണ്. നമുക്ക് ഇത്രയും കാലത്തെ പാരമ്പര്യമുള്ള, പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം SNDP യോഗം എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ പ്രസ്ഥാനമല്ല. അത് കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫോർമേഷൻ, സാമൂഹിക രൂപീകരണത്തിൽ തന്നെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചുള്ളൊരു വലിയ മൂവ്മെൻറ്റാണത്. ഇന്നത്തെ കേരളത്തിൽ രൂപപ്പെടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചുള്ളൊരു മൂവ്മെൻറ്റാണത്. അത്രയും മഹാന്മാരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ അതിൻ്റെ ജനറൽ സെക്രട്ടറി കസേരയിൽ ഇരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കസേരയിലിരിക്കുന്ന മനുഷ്യൻ, ആ പ്രസ്ഥാനത്തിൻ്റെ ലെഗസി, അതേക്കുറിച്ചൊരു ധാരണയില്ലാതെ ഇങ്ങനെ വഷളൻ വാക്കുകൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ അരുതെന്ന് പറഞ്ഞ് തടയാൻ എന്തുകൊണ്ടാണ് ആളുകൾ ഉയർന്നു വരാത്തതെന്നൊരു വലിയ പ്രശ്നം അവിടെ ഉണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ ആകെ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ. അങ്ങനൊരു മനുഷ്യന് മന്ത്രിമാരെല്ലാം ചേർന്ന് ദിനം സ്വീകരണം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മറുഭാഗത്ത് മുഖ്യമന്ത്രി അടക്കം സ്വീകരണം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു വലിയ വൈരുദ്ധ്യം അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയിലാണ് നമ്മൾ ഇത് കാണുന്നത്. സതീശനെ സംബന്ധിച്ചത് ഞാൻ മുമ്പ് പറഞ്ഞു, ഈ കഴിഞ്ഞ അദ്ദേഹം ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കോൺഗ്രസ്സിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ആ ഒരു ഗ്രോത്ത് നമുക്ക് അറിയാം. ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, അതേപോലെ തൃക്കാക്കര, പാലക്കാട്, ഏറ്റവും ഒടുവിൽ നിലമ്പൂർ, അതിനിടയിൽ വന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഒരു താനൊരു പോൾ ജീനിയസാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നിലമ്പൂരിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി നമ്മൾ കാണും. നിലമ്പൂരിൽ നമുക്കറിയാം CPM നിർത്തിയിരിക്കുന്നത്, CPMൻ്റെ സിറ്റിംഗ് സീറ്റാണ്. CPMന് കേരളത്തിൽ സാധ്യമാകുന്ന ഏറ്റവും അവൈലബിൾ ബെസ്റ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു CPMൻ്റെ, LDFൻ്റെത്. കോൺഗ്രസിൻ്റെതാവട്ടെ ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെ ആ സ്ഥാനാർത്ഥിത്വം ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയെ മുസ്ലിം ലീഗിന് പൂർണ്ണമായി ഡൈജസ്റ്റ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് അല്ല. ആ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയെ, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഈ സ്ഥാനാർത്ഥിയായിട്ട് പലതരം ഇഷ്യൂസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു മോശം സ്ഥാനാർത്ഥി, ഞാൻ ഷൗക്കത്ത് എന്ന മനുഷ്യൻ മോശമാണെന്നല്ല പറയുന്നത്, അങ്ങേരുടെ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്, ആ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഏറ്റവും ആപ്റ്റായൊരു സ്ഥാനാർത്ഥിത്വം ആയിരുന്നില്ല.
കൂടാതെ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം കൂടെ ഉണ്ട്. അപ്പോൾ അൻവർ പുറത്തു പോവുകയാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ UDFൻ്റെ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ പൊക്കോളൂ എന്ന് പറയുന്ന നിലപാട് VD സതീശൻ സ്വീകരിക്കുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ അത്രയും ആത്മവിശ്വാസത്തോടു കൂടി ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണ്. അങ്ങനെ VD സതീശൻ സംസാരിക്കുന്നു, ആ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിലമ്പൂരിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി അൻവർ അപ്പുറത്തുണ്ടായിട്ടും അൻവർ 20,000 വോട്ട് പിടിച്ചിട്ടും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി CPMൻ്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ, CPMൻ്റെ സർവ്വ സംവിധാനങ്ങളും ഒത്തുചേർന്ന് പണിയെടുത്തിട്ടും ഇത്രയും വലിയ ഭൂരിപക്ഷം തോൽപ്പിക്കുന്നു. അതിൻ്റെ ആത്മവിശ്വാസം തീർച്ചയായിട്ടും VD സതീശൻ ഉണ്ടാകും. അതിനൊക്കെ ബലത്തിലായിരിക്കും സംസാരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം വെള്ളാപ്പള്ളി നടേശന് ഇട്ടുകൊടുത്തതാണ്. 97 അപ്പുറം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ആത്മവിശ്വാസത്തിൻ്റെ സ്ഫുരണങ്ങൾ സ്വാഭാവികമായിട്ടും VD സതീശൻ്റെ സംസാരം കാണുന്നു, നമുക്ക് എല്ലാ ദിവസവും കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഇന്നലെ കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ അത് മാത്രം മതിയാവില്ല ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നുള്ളത്. സംഘടന എന്നുള്ളത് വളരെ പ്രധാനമാണ്. സംഘടന എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞുള്ള പാലോട് രവിയാണ്. അപ്പോൾ അതുകൂടെ മറികടക്കാതെ വെറും ആത്മവിശ്വാസം കൊണ്ട് പോകാൻ പറ്റില്ല.